അല്ലതാ ആസീസോ? എന്താണ്ടാ ഇവിടെ? മാമാണ്ട് ഞമ്മക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തേ? അത് നിങ്ങളോട് തനിച്ച് പറയാനുള്ളതാ. മാഷ് അന്യനൊന്നും അല്ലല്ല. എന്താച്ചാ പറഞ്ഞോളി. അല്ല ആചാര്യ, ഞാൻ ഇറങ്ങാം. ഞാൻ ഇരുന്നിട്ട് ഇനി അസീസിന്റെ വിഷമം വേണ്ട. നിങ്ങളവിടെ കുത്തിയിരിക്കുന്നു. നിങ്ങളറിയാത്ത എന്ത് കാര്യം ഞമ്മക്കുള്ളത്? ഈ പറഞ്ഞോ. സ്കൂളിലെ അറബി മാസ്റ്ററുടെ വേക്കൻസിയില് ഒരു ടീച്ചറിനെ പറ്റുന്നറിഞ്ഞ് ഒരു നമ്പൂരിച്ചിനെ. ആന്ന്. അതിനിപ്പോ എന്തേനി? ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. ആർക്ക്? അനക്ക? അല്ല, പള്ളി കമ്മിറ്റിയില് ചിലതൊക്കെ പറയുന്നുണ്ട്. ഇവിടത്തെ പള്ളി കമ്മിറ്റിയിൽ അനക്കെന്ത് കാര്യം? അല്ല മാമ, ഞമ്മള് കേട്ടത്. ഈ വെല്ലിച്ച പാവത്തൊന്നും കാട്ടണ്ട. അന്ന ഞമ്മക്കറിഞ്ഞൂടെ? അനക്കിപ്പോ എന്താ വേണ്ടിയത് അത് പറയും. ഞമ്മളൊരാൾക്ക് വാക്ക് കൊടുത്തിരുന്നു. നമ്മുടെ സ്വന്തം ജാതിയാ. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു പാവപ്പെട്ട കുടുംബക്കാരാ. വയസ്സായ വാപ്പയും ഉമ്മയും ഇടപാട് തീർത്ത് വന്നിരിക്കുന്ന ഒരു പെങ്ങളും 2 കുട്ടികളും ഒക്കെ ഉള്ള വല്ലാത്തൊരു പരാധീനക്കാരാ. ഓൻ ഈ ജോലി കൊടുത്താ വലിയൊരു പുണ്യായിരിക്കും. അസീസേ, വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരു പാവം പെൺകുട്ടിയായിട്ട്. അത്രയ്ക്ക് പാവാണ് നിങ്ങൾ പശുവിനെ വാങ്ങിച്ചു കൊടുക്കി. പാല് കുടിക്കട്ടെ. അസീസേ, അല്ല, ഓരുടെ ആൾക്കാർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ചുമതല ഓടിക്കൊണ്ടല്ലോ. എന്റെ നാട്ടിലുള്ള ഏതെങ്കിലും സ്കൂളിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കൂല. നടക്കാൻ നമ്മൾ സമ്മതിക്കൂല. നമ്മുടെ കുട്ടികളെ അറിവ് പഠിപ്പിക്കുന്നത് ഒരു കാഫറിച്ചിയാണെന്ന് പറയാൻ ഇങ്ങക്കൊരു ഉളുപ്പില്ലേ? അന്റെ മാമാന്റെ സ്കൂള് ഹാജിയാർക്കാണെങ്കിൽ ഖുരാനി നല്ല വിവരവും ഒന്നും അറിയാണ്ട് ഓലൊരാളെ ജോലിക്ക് വെക്കുവോ? ഓലെ പറഞ്ഞ് തലതിരിച്ചിക്കല്ലേ മാഷ്. ഏത് മാഷ്? ആ ചായര മാഷ്. ഓലെ കുറിച്ച് അസീസ് വേണ്ടാത്ത ഒന്നും പറയണ്ട. ഇന്നാട്ടിലെ ജാതി മതം നോക്കാതെ അത്യാപത്തിൽ ഓടിയെത്തുന്ന ആളാ മാഷ്. എന്നാ നിങ്ങൾ ആ മാഷെ തല വെച്ചോളി. ഒടുക്കം നമ്മുടെ കുട്ടികളെ കണ്ടാൽ തിരിച്ചറിയാണ്ടാവും. ഓള് തലയിൽ തട്ട ഇടാതെ പൊട്ടും കുത്തി തോസീന്റെ ഇലയും ചൂടി വരണ കണ്ട് നമ്മുടെ കുട്ടികളും അങ്ങനെ ആവില്ലെന്ന് ആര് കണ്ട്? ഈ അറബി മുൻഷിമാരും മൂസാ നബീന്റെ നൂഹ് നബീന്റെ ഒക്കെ കഥകൾ പറഞ്ഞു കൊടുക്കണ പോലെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഓലിക്ക് കഴിയുമോ? ഈ ശ്രീരാമന്റെ സീതയുടെ എല്ലാം കഥകൾ പറഞ്ഞു കൊടുത്ത് നമ്മുടെ കുട്ടികളുടെ ഗതി എന്താവും? അങ്ങനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ല, ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നത് നിങ്ങളും കാണുമല്ലേ? ഇപ്പൊ എന്ത് വേണമെന്നാ ഈ പറയണത്? ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളി. ടീച്ചറെ, നിങ്ങളത് ആചാര്യ വിളിക്കുന്നു. ഒച്ച ഉണ്ടാക്കല്ലേ, ഞാനിപ്പോ വരാം. ഇവർക്ക് ടീച്ചറോട് എന്താ ചോദിക്കാനുണ്ട് പോലും. വരി മൊയ്തീങ്ക, എന്താ ചോദിച്ചോളി. ഗായത്രി كم درجة تعلم؟ أفضل العلماء. كم حرفا في العربية؟ 28. كم في اليوم؟ في اليوم 5 صلوات هي الفجر والظهر والعصر والمغرب والعشاء. എന്തേ ഇനിയൊന്നും ചോദിക്കാനില്ലേ? ഇനി ടീച്ചർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. كم سورة في القرآن؟ ഖുർആനിൽ എത്ര അധ്യായം ഉണ്ടെന്നാണ് ചോദിച്ചത്. ടീച്ചർ എന്ന് പറയും. 114. ഇപ്പൊ ബോധ്യായ ഞങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരാളെ നമ്മൾ വയ്ക്കൂലെന്ന്. എന്നാണ് ടീച്ചർ വയ്ക്കോളി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അറബി എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം ഉണ്ടായാലേ മുസ്ലിം മതത്തിന്റെ മഹത്തരങ്ങളായിട്ടുള്ള പൊരുളുകൾ ഇതര മതസ്ഥർക്ക് ബോധ്യാവുള്ളൂ. അതിന് നമ്മൾ തന്നെ തടസ്സം നിൽക്കരുത്. മണി പോലല്ലേ ടീച്ചർ മറുപടി പറഞ്ഞു കൊടുത്തത്? പിന്നല്ലാണ്ട് കൂട്ടത്തില് നമ്മളെ പള്ളിക്കണ്ടിയിലെ മൊയ്തി മോലാക്ക പിടുത്തിട്ട പോലൊരു ചോദ്യം, നിസ്കാരം എത്ര ഉണ്ട് എന്ന്. പടച്ചോൻ ഇത് കേട്ടപ്പോ നമ്മൾ ഉള്ളൊന്ന് കിടുങ്ങി. എവിടെ
ടീച്ചർ ലെവലേശം കുലുങ്ങില്ല. ഉടനെ മണി അടിച്ച പോലെ ടിങ് ടിങ് നന്ദി 5 മാത്രല്ല ഓരോ നോത്തോത്താര് വിശദീകരിച്ചും കൊടുത്തു. സ്കൂൾ പഠിപ്പിക്കുന്ന കിതാബ് മാത്രല്ല ഓര് നമ്മളെ ഖുർആനും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓള് പണ്ടേ പഠിക്കാൻ മിടുക്കത്തിയ. എന്റെ കുഞ്ഞാലീനെ ചെറുപ്പത്തിൽ കൂട്ടാനും കീക്കാനും ഒക്കെ പഠിപ്പിച്ച ഓളല്ലേ. അത് നന്നായി. അതുകൊണ്ട് ഇപ്പൊ മീൻ കച്ചവടത്തിനെങ്കിലും കുണം കിട്ടി. എങ്ങനെ അല്ല പൈസ തെറ്റാതെ എണ്ണി വാങ്ങാലോ. അത് ശരി. അപ്പൊ എണ്ണം പഠിക്കാത്തോണ്ടാ നിങ്ങൾ മീൻ പേടിക്കുമ്പോ പൈസ പിന്നെ തരാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണത്. ഭഗവാനേ, തുടങ്ങി കുഞ്ഞാലിയെ ഈ എന്റെ പണി നോക്കി പോയിക്കാ. എവിടെ കോന്റെ തമാശ അല്ല. വൈകുന്നേരം അങ്ങാടിയിൽ നിങ്ങൾ മീൻ പേടിക്കാൻ വരുമ്പോ എണ്ണം പഠിച്ചിട്ട് വന്നാ മതി. ടീച്ചർ വന്നാൽ ഇരിക്കാൻ പറയണം. നമ്മൾ വന്നിട്ട് പറഞ്ഞു വിട്ടാ മതി. പഠിപ്പിച്ചതിന് കുരുത്തണ്ട്. കൺഗ്രാചുലേഷൻസ്. പേടിച്ചോ? ഇല്ല. നുണ പറയല്ലേ, ഒന്ന് ഞെട്ടി ചെറുതായിട്ട്. കൺഗ്രാചുലേഷൻസ് പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായോ? ഇല്ല. ഇന്ന് ആ ഉസ്താദുമാരെ ഞെട്ടിച്ചില്ലേ? അങ്ങനെയൊന്നുമില്ല. അവര് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, ഞാൻ അതിന് ഉത്തരം പറഞ്ഞു, അത്രേ ഉള്ളൂ. വരൂ. അതേതായാലും നന്നായി. അറബിയിൽ പാണ്ഡിത്യമുള്ള ഒരാളാണ് അപ്പോയിന്റ് ചെയ്യുന്നവർക്ക് ബോധ്യമായല്ലോ. അതിന്റെ ക്രെഡിറ്റ് ഒരു ഇത്തിരി എനിക്കൂടെ കിട്ടിക്കോട്ടെ. ഞാൻ അയ്യര് സാറിന് ഫോൺ ചെയ്തിരുന്നു. അല്ലെങ്കിലും പുള്ളിക്കാരൻ സെലക്ട് ചെയ്യുന്നവരാരും മോശമാവാറില്ല. ഒരിത്തിരി തല്ലുകൊള്ളിയായത് ഞാൻ മാത്രമേ ഉള്ളൂ. ഇരിക്കൂ. മൂപ്പത്തിയാരില്ലേ ഇവിടെ? കടയിൽ പോയിരിക്കുക. ഒക്കെ തന്നെത്താൻ പോയേ വാങ്ങും. ഒറ്റ ആളെ വിശ്വാസം ഇല്ല. പരിചയല്ലേ? പിന്നെ ഇടയ്ക്ക് വീട്ടിൽ വരും മോന് ഫോൺ ചെയ്യാൻ. ആ മോന്റെ പേരും പറഞ്ഞ് ഇടയ്ക്ക് എന്നെ ഒന്ന് വരട്ടും. ഇവരും മരുമകളും തമ്മിൽ അത്ര സുഖത്തിലല്ല. ഒരിക്കൽ മകനില്ലാത്തപ്പോ മരുമകളെ മുറിയിലിട്ട് പൂട്ടിയായിരുന്നു. 2 ദിവസത്തേക്ക് ജലപാനം പോലും കൊടുത്തില്ല. ഒടുവിൽ മകൻ വന്നിട്ടാ തുറന്നു വിട്ടത്. ഏതായാലും ഗായത്രി സൂക്ഷിക്കണം. ഞാനോ? മുറിയിലിട്ട് പൂട്ടി പട്ടിണി കിട്ടാലോ. 1-2 ദിവസത്തെ പട്ടിണിയൊക്കെ എനിക്ക് നല്ല ശീല. ചേച്ചിമാർ രണ്ടുപേരും ഗ്രാജുവേറ്റ്സ് ആയിരുന്നു അല്ലേ? കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ചായ ഇട്ടാലോ? ഈ സന്ധ്യയ്ക്കോ? ഇപ്പൊ ഒന്നും വേണ്ട. അതേ വരണുണ്ട്. മാഷെന്താ ഈ നേരത്തെ ഇവിടെ? ഞാൻ ഗായത്രിയോടൊരു കാര്യം പറയാൻ വന്നതാ. വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. വന്നപ്പോ കടയിൽ പോയിരിക്കാൻ അറിഞ്ഞു. എന്നാ വന്നിട്ട് പോകാന്ന് കരുതി. പറയട്ടെ? വരട്ടെ. ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വരണവരെയും പോണവരെയും വിളിച്ചിരുത്തി കൊഞ്ചു കൊഴയാനേ ഇത് സത്രമൊന്നുമല്ല. മാഷോട് ഇരിക്കണ്ടെന്ന് എങ്ങനെയാ പറയാ? എങ്ങനെ പറഞ്ഞാലും കൊള്ളാം. എനിക്ക് ഇതൊന്നും അത്ര അങ്ങനെ ഇഷ്ടമല്ല. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഞാനെടുക്കാം. വേണ്ട. ആരാ? എന്റെ പേര് ബീരാൻ. അസീസ് അല്ലേ ഇവിടെ? ഉണ്ട്. കുത്തിരിക്കേ. കുത്തിരിക്കാനും നേരമില്ല. ഓനോട് നിങ്ങോട്ട് പുറത്തേക്ക് വരാൻ പറയും. ഇതാരാ ഇത്? ബീരാനാ? ഞമ്മൾ നിങ്ങളെ നോക്കി 2-3 വട്ടം നിങ്ങളെ പൊരയിൽ വന്നിട്ട് നിങ്ങൾ എവിടെയാ? ഈ വെറുതെ നുണ പറയല്ലേ എന്റെ അസീസെ. നമ്മുടെ പൊരേന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. എങ്ങനെ ഇറങ്ങും? ആ നിലക്കാക്കില്ലേ ഈ നമ്മളെ? കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിയായി പറഞ്ഞുണ്ട്. നിങ്ങളൊന്ന് ബേജാറാണ്ടിരിക്കുന്നു. ജോലി ഉടനെ ശരിയാവും. വേണ്ട, എനിക്ക് ജോലി ശരിയാക്കണ്ട. ആ ബാങ്ങി ഉറുപ്പിയെങ്കിൽ തിരിച്ചു തന്നാലേ ഓലിക്ക തിരിച്ചു കൊടുത്തിട്ട് നമ്മുടെ തടി കഴിച്ചിലായിക്കോട്ടെ. ഞമ്മക്കൊരു ഭയം ഉണ്ടാക്കാന്ന് നിങ്ങളിപ്പോ പോയി. പോണില്ല. പൈസ തരാണ്ട് നമ്മൾ പോവില്ല. ഒരാഴ്ച കൂടി ഒന്ന് നടങ്ങി. എന്തായാലും ഇത്രയായില്ലേ? ഈ പറഞ്ഞ ഈ ഒരു അവധിയും കൂടി നമ്മൾ കേൾക്കണം. അതും കഴിഞ്ഞ് ഇനി എന്നെ സൂയിപ്പാക്കാനാണ് പരിപാടിയെങ്കിൽ ഇബ്രാഹിം ആജിയുടെ മരുമോനാണെന്ന് ഞാൻ നോക്കൂല. പറഞ്ഞേക്കാം. ഈ കണ്ട പൈസയൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ എന്താ ചെയ്യണേ? അതൊന്നും ഇജ്ജ് തിരക്കണ്ട. ഒരേൽ ഇങ്ങനെ ആൾക്കാർ വന്ന് വഴക്കുണ്ടാക്കുമ്പോ അതിന്റെ മോശം ഞമ്മക്കും ഉണ്ട്. എന്നാ മാലിങ്ങട് ഇത് നമ്മളെ കൊന്നാലും തരൂല. എന്നാ പിന്നെ തൊള്ളയെ പൂട്ടി മുണ്ടാണ്ടിരി. ഞമ്മളെ വിചാരിക്കാൻ വേണ്ട. ഈ ചേലക്കാടൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും കണക്കാക്കണ്ട. പറഞ്ഞതിൽ നമ്മുടെ രാഷ്ട്രീയ ലൈൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ആ സുകുമാരനെ ഇസ്മായിലിനെ ചാക്കിലാക്കാൻ സാധിക്കുമോ? സാധിച്ച ജോർജിന്റെ കാര്യം ഞാനേറ്റു. അതൊക്കെ നടക്കൂ. എന്താ നടക്കാത്തെ? നടക്കും. നടന്നില്ലെങ്കിൽ നടത്തും. ഒതുക്കി തീർക്കലല്ല, കലക്കി കോരലാണ് ഇന്നത്തെ രാഷ്ട്രീയം. മനസ്സിലായോ? അത് ശരിയാ.
എന്താ സീസേ? ഒരു അത്യാവശ്യ കാര്യം പറയാനാ. മീറ്റിംഗ് വല്ലതും ആണോ? ഏയ്, ഞങ്ങളിവിടെ ദേശീയ സർവ്വദേശീയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയായിരുന്നു. ഒരു മിനിറ്റ്. ശരി. എന്താണോ പ്രശ്നം? ഇയാളുടെ ഒരുമാതിരി വർത്താനം കേട്ടാല് പാർട്ടിയുടെ ഭാരം മുഴുവൻ തലയിലേറ്റി നടക്കാൻ തോന്നും. ചേലക്കാരനെ അങ്ങനെ അങ്ങ് കൊച്ചാക്കി കാണണ്ട. ഉരുട്ടു ബുദ്ധിക്കും കുതന്ത്രങ്ങൾക്കും ഇയാളെ കഴിഞ്ഞ് വേറെ ആളുള്ളൂ. അതാണ് എല്ലാ മന്ത്രിമാർക്കും ഇയാൾ വലിയ കാര്യം. അപ്പൊ ടീച്ചർ സ്കൂളിൽ നിന്ന് പുറത്താക്കണോ അല്ലേ? ആണ്. പക്ഷെ നിയമപരമായിട്ട് അതിനുള്ള വകുപ്പൊന്നും കാണുന്നില്ലല്ലോ അസീസേ. നമ്മുടെ വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് അധ്യാപകരെ സംബന്ധിക്കുന്ന ചില പൊതുചട്ടങ്ങളുണ്ട്. അതായത് മാനേജ്മെന്റിന് വിരുദ്ധമായി അച്ചടക്ക ലംഘനം നടത്തുകയോ അതിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ആളിനെ അവർക്ക് പറഞ്ഞുവിടാം. അല്ലെങ്കിൽ മദ്യപിച്ച് ബോധം കെട്ട് വഴി കിടക്കുകയും സ്ഥിരം വഴക്കുണ്ടാക്കുകയും അങ്ങനെ വിദ്യാലയത്തിനും കുട്ടികൾക്ക് നാണക്കേടുണ്ടാക്കുകയും ചെയ്യുന്ന ആളാണെങ്കിലും അവർക്ക് പിരിച്ചുവിടാം. പിന്നൊന്ന് ഇമ്മോറൽ ആക്ടിവിറ്റീസ്, അതായത് അസാൻമാർഗിക നടപടികൾ. അതിലേർപ്പെടുന്നവരെ പറഞ്ഞുവിടാനും KER വകുപ്പുണ്ട്. ഇവര് ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇതിലേത് സ്വീകരിക്കണമെന്ന് അസീസിന് ഞാൻ പറഞ്ഞു തന്നോ? അറിഞ്ഞില്ലേ? എന്താ ഇനി ഈ വിവരം അറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേനെ മാത്രമേ ബാക്കിയുള്ളൂ. എന്താടോ? നമ്പൂതിരി ടീച്ചർക്ക് ഗർഭം. ഗർഭം? ആ, ശേഖരൻ മാഷും അവളും തമ്മിലേ നേരിട്ട് കണ്ട ആൾക്കാരുണ്ട്. അങ്ങാടിയിൽ അമ്പലപ്പറമ്പിൽ സ്കൂൾ പഠിക്കലൊക്കെ പോസ്റ്റ് ഒട്ടിച്ചിരിക്കണം. എനിക്ക് അവളെ കണ്ടപ്പോഴേ സംശയമുണ്ട്, ആളിത്തിരി പേശ കാണുന്നു. അവക്ക് ഗർഭമുണ്ടെന്ന് ആരാ പറഞ്ഞത്? ഛേ, ഇതൊക്കെ ആരെങ്കിലും പറയണോന്ന് എന്നെ നമുക്ക് അവിടെ ഊഹിച്ചൂടെ? വലിയ നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. ഇതാ നോക്ക, കേട്ട് തൊഴിൽ രുചിയാ. ഇവള് കുട്ടികളെ പഠിപ്പിച്ച എങ്ങനെ ചൊവ്വാകും? അല്ല, അവൾ പഠിപ്പിക്കുന്നത് മുസ്ലിം കുട്ടികളാണെങ്കിലും ആ സ്കൂളിൽ നമ്മളൊക്കെ പഠിക്കണില്ലേ? ഇല്ലേ? ഞാൻ താനെവിടെ പോണു? അല്ല, ആ കുറുപ്പും രാഗന്മാരൊന്നും ഈ വീട് അറിഞ്ഞാലല്ല. ഞാൻ ഒന്ന് അറിയിച്ചിട്ട് വരാം. ഇതാ വരുന്നു. എന്താണ്ട് അവിടെ കൈകൊട്ടിക്കളിയോ? നോക്കി ഇതൊക്കെ വായിക്കാനാണ് നിങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത്? പാട്ടോട്ട് എന്താണ് പറഞ്ഞിട്ടില്ല, പോയാളു. ഏത് നായിന്റെ മോനാണ് ഇവിടെ കൊണ്ടുവന്ന് എഴുതി പഠിച്ചിട്ട്? എന്താ പോസ്റ്റർ കീറാൻ ടെൻഡർ എടുത്തിട്ടുണ്ടോ താൻ? ഇവിടെ മാത്രമല്ല, ബസ് സ്റ്റോപ്പിലും പള്ളിക്കവലയിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ അറബി ടീച്ചർ ഒരു കള്ളി പൂച്ചയാണല്ലോ. ശേഖരൻ മാസ്റ്ററുടെ ഒരു ഭാഗ്യം. അതെ, ശേഖര മാഷ ഭാഗ്യ. അത് നിങ്ങൾക്ക് എന്താ അത്ര വലിയ അസൂയ? അതിന് താനെന്തിനെങ്ങനെ ചൂടാവണത്? എടോ, ഈ പ്രായത്തിലൊരു പെങ്ങൾ എനിക്കും ഉണ്ട്. വേണ്ടാതിന് എഴുതുന്നതിനും പറയുന്നതിനൊക്കെ ഒരു കണക്ക് വേണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഗായത്രി ടീച്ചർ ഇത് ചെയ്യുന്നു? നിങ്ങളോടൊക്കെ വർത്താനം പറയാൻ നിൽക്കുന്ന എന്റെ മുണ്ടൊക്കെ ആദ്യം പറഞ്ഞണം. പാതിരാകും മുമ്പേ പുരയിൽ വന്നൂടെ? നിങ്ങൾക്ക് എന്തേലും ഈനും വേണ്ടും പണി? ഈ നമ്മളെ കുണുഘോഷിക്കാൻ നിൽക്കണ്ട, നമുക്ക് പല പണിയുണ്ടാവും. അത് നമ്മളും കൂടെ ഒന്ന് അറിയണ്ടേ? വേണ്ട, ഏറെ വിളഞ്ഞാല് ഇടപാട് നമ്മൾ പുരയെ കൊണ്ടാക്കും. എടോ, ആണത്വം ഉണ്ടെങ്കിൽ ആണുങ്ങളോട് നേരിട്ട് പൊരുതണം. അല്ലാതെ പാദയാത്രയ്ക്ക് പറഞ്ഞ് പോസ്റ്റ് ഓടിക്കുന്ന പണിയുണ്ടല്ലോ, അത് രണ്ടും കെട്ട ഇടപാടാ. നിങ്ങൾ എന്തായി പറയണേ? ഓ, അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലല്ലേ? എനിക്കൊരു ചുക്കും പോകാനില്ല. പക്ഷെ നീ കളിക്കുന്ന ഈ നാണക്കെട്ട കളിയുണ്ടല്ലോ, പാവപ്പെട്ട ഒരു പെണ്ണിന്റെ ജീവിതം അതാർക്കുന്നത്. വേണ്ടാതിനെ കാണിച്ചിരുന്ന പോസ്റ്റർ അല്ല, നാട്ടുകാർ ചിലപ്പോൾ നോട്ടീസ് അടിച്ചിറക്കും. അതിന് എന്ത് മെക്കെട്ട് കയറാൻ വന്നോണ്ടല്ല. നീ എന്ത് മാഷേ, നീ ആര്യാരുടെ മരുമനായി പോയി. അല്ലെ നിന്നെയൊക്കെ തുണ്ടം തുണ്ടായിട്ട് മുറിക്കുന്നതിന് എനിക്ക് കൂലിക്ക് ആളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓർമ്മിച്ചോണേ അത്.